സൗന്ദര്യത്തിനും സമൃദ്ധമായ സമുദ്ര ജീവിതത്തിനും പേരുകേട്ട ഒമാൻ തീരങ്ങൾ ഇന്ന് നേരിടുന്നത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പാരിസ്ഥിതിക വെല്ലുവിളികളിൽ ഒന്നാണ്. ദോഫാർ ഗവർണറേറ്റിലെ അൽ ഹലാനിയാത്ത് ദ്വീപ് സമൂഹത്തിന് സമീപം അപകടത്തിൽപ്പെട്ട കരോലിൻ ബെസംഗി എന്ന എണ്ണക്കപ്പലിൽ നിന്നുള്ള ചോർച്ച ഒമാൻ സമുദ്രതീരങ്ങളിൽ വലിയ പ്രഹരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏകദേശം ദശലക്ഷത്തോളം ബാരൽ ക്രൂഡ് ഓയിൽ വഹിച്ചിരുന്ന ഈ ഭീമൻ ടാങ്കറിൽ നിന്നുള്ള എണ്ണപ്പടലം ഇപ്പോൾ ദുഖ്മിലെ റാസ് മദ്രക്ക പ്രദേശത്തെ 12 കിലോമീറ്ററിലധികം കടൽ തീരത്തെ നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. തെക്ക് കിഴക്കൻ ദിശയിൽ വിസ്തൃതമായ കടലിലേക്ക് നീങ്ങുന്ന എണ്ണപ്പടലം മസീറ ദ്വീപിന്റെ തെക്കൻ തീരങ്ങളെയും ഭീഷണിയിലാഴ്ത്തുന്നുണ്ട്. ഈ ഗുരുതര സാഹചര്യത്തിൽ പ്രവാസികളും മത്സ്യത്തൊഴിലാളികളും സന്ദർശകരും ഉൾപ്പെടെയുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒമാൻ സർക്കാർ. കഴിഞ്ഞ ജൂൺ മാസത്തിന്റെ തുടക്കത്തിലാണ് റഷ്യൻ ക്രൂഡ് ഓയിലുമായി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ച കരോലിൻ ബെസംഗി എന്ന സൂയസ് മാക്സ് എന്ന കപ്പലിൽ വൻ സ്ഫോടനമുണ്ടാകുന്നതായി ക്രൂ അംഗങ്ങൾ സന്ദേശം അയക്കുന്നത്. തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പൽ ദോഫാർ തീരത്തുള്ള അൽ ഖിബ്ലിയ ദ്വീപിന് സമീപത്തെ പാറക്കെട്ടുകളിൽ ഉറച്ചു പോവുകയായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം മറികടക്കാൻ ഉപയോഗിക്കുന്ന റഷ്യയുടെ നിഴൽ കപ്പൽപ്പടയുടെ ഭാഗമാണ് ഈ ടാങ്കർ എന്ന് അന്താരാഷ്ട്ര മാരിടൈം ഏജൻസികൾ വ്യക്തമാക്കുന്നു. ആധികാരികമായ ഇൻഷുറൻസ് പരിരക്ഷയോ ഉത്തരവാദിത്തമോ ഉള്ള ഉടമസ്ഥനോ ഇല്ലാത്ത ഇത്തരം പഴക്കമുള്ള കപ്പലുകൾ അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുക എന്നത് ഏറെ പ്രയാസകരമാണ്. ഓഗസ്റ്റ് മാസത്തോടെ മേഖലയിൽ വീശിയടിച്ച ശക്തമായ ഖരീഫ് മൺസൂൺ കാറ്റും ഉയർന്ന തിരമാലകളും കപ്പലിന്റെ അവസ്ഥ കൂടുതൽ വഷളാക്കുകയും കപ്പലിന്റെ തകർന്ന അറകളിൽ നിന്ന് വൻതോതിൽ എണ്ണ പുറത്തേക്കൊഴുകാൻ കാരണമാവുകയും ചെയ്തു. അറബിക്കടലിലെ അപൂർവ ജീവജാലങ്ങളുടെയും സമുദ്ര ആവാസ വ്യവസ്ഥയുടെയും കേന്ദ്രമായ അൽ ഹലാനിയാത്ത് സംരക്ഷിത മേഖലയിലാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് എന്നത് ആശങ്കയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന അറേബ്യൻ സീ ഹംബാക്ക് തിമിംഗലങ്ങൾ, അപൂർവ ഇനം കടലാമകൾ, പവിഴപ്പുറ്റുകൾ, സമുദ്ര സസ്യങ്ങൾ, അപൂർവ കടൽ പക്ഷികൾ എന്നിവയുടെ പ്രധാന ആവാസ കേന്ദ്രമാണിത്. കടലോപരിതലത്തിൽ കട്ടിയുള്ള എണ്ണപ്പടലം രൂപപ്പെടുമ്പോൾ സൂര്യപ്രകാശവും ഓക്സിജനും ജലാശയത്തിലേക്ക് ഇറങ്ങുന്നത് തടസ്സപ്പെടുന്നു. ഇത് പവിഴപ്പുറ്റുകളുടെ നാശത്തിനും മത്സ്യങ്ങളുടെയും മറ്റ് സമുദ്ര ജീവികളുടെയും കൂട്ടമരണത്തിനും കാരണമാവുകയും ചെയ്യുന്നു. സമുദ്രത്തിലെ വിഷമാലിന്യങ്ങൾ വർഷങ്ങളോളം കളിമണ്ണിലും മണലിലും തിങ്ങി നിൽക്കുമെന്നതിനാൽ ഈ ദുരന്തത്തിൽ നിന്ന് സമുദ്ര ആവാസ വ്യവസ്ഥ പൂർണ്ണമായി തിരിച്ചുവരാൻ ദശാബ്ദങ്ങൾ എടുത്തേക്കാം. ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിനായി ഒമാൻ പരിസ്ഥിതി അതോറിറ്റി, അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ദേശീയ സമിതി, സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ വൻ രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. എണ്ണ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുന്നത് തടയാൻ കടലിൽ താൽക്കാലിക തടസ്സമായ ബൂമുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജലോപരിതലത്തിൽ ഒഴുകി നടക്കുന്ന എണ്ണ വേർതിരിച്ചെടുത്ത് മാറ്റാൻ അതിനൂതന സ്കിമ്മർ യന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ എണ്ണപ്പടലത്തെ ചെറിയ തുള്ളികളാക്കി വിഘടിപ്പിച്ച് ആഘാതം കുറയ്ക്കാൻ ഡിസ്പേഴ്സന്റുകൾ എന്ന രാസലായനികളും തളിക്കുന്നുണ്ട്. ഒമാൻ വ്യോമസേനയുടെയും അന്താരാഷ്ട്ര രക്ഷാപ്രവർത്തകരുടെയും സഹായത്തോടെ കപ്പലിൽ അവശേഷിക്കുന്ന എണ്ണ സുരക്ഷിതമായി മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും അതിവേഗം നടക്കുന്നുണ്ടെങ്കിലും ഖരീഫ് കാലത്തെ പ്രക്ഷുബ്ധമായ കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സമാകുന്നുണ്ട്. തീരപ്രദേശങ്ങളിലേക്ക് എണ്ണപ്പടലം വ്യാപിച്ചതോടെ വിപണിയിലെത്തുന്ന സമുദ്രോൽപ്പന്നങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഒമാൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെന്റർ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. മത്സ്യബന്ധന ബോട്ടുകൾ കരയിലെത്തുന്ന കേന്ദ്രങ്ങൾ, സംസ്കരണശാലകൾ, വിപണികൾ എന്നിവിടങ്ങളിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സാമ്പിളുകൾ ശേഖരിച്ച് രാസപരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട്. മലിനമായ മേഖലകളിൽ നിന്നുള്ള മത്സ്യബന്ധനം പൂർണ്ണമായി തടഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഗൾഫ് രാജ്യങ്ങളുടെ ജീവനാഡിയായ സമുദ്രജല ശുദ്ധീകരണ പ്ലാന്റുകളുടെ സുരക്ഷയും ഒമാൻ ഉറപ്പുവരുത്തുന്നുണ്ട്. ദുഃഖം, റാസ് മദ്രക്ക, മസീറ ദ്വീപ് എന്നിവിടങ്ങളിലെ ശുദ്ധീകരണ പ്ലാന്റുകളുടെ ജലസ്രോതസ്സുകൾ നിരന്തരം പരിശോധിക്കപ്പെടുന്നുണ്ട്. മസീറ ദ്വീപിൽ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാനായി തീരദേശ കിണറുകൾ സജ്ജമാക്കി ബദൽ കുടിവെള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ താമസിക്കുന്ന വൻ മലയാളി പ്രവാസി സമൂഹത്തിനും തീരവാസികൾക്കും അധികൃതർ വ്യക്തമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത ബാധിത തീരപ്രദേശങ്ങളിലോ സമുദ്ര മേഖലകളിലോ സന്ദർശനം നടത്തുന്നതും വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. കടലിലോ തീരത്തോ എണ്ണമയം കലർന്ന ദ്രാവകങ്ങളോ രാസവസ്തുക്കളോ അടിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവ സ്പർശിക്കാനോ അരികിലേക്ക് പോകാനോ പാടില്ല. അത്യാഹിതങ്ങൾ ഒഴിവാക്കാൻ ഇത്തരം സന്ദർഭങ്ങളിൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട പരിസ്ഥിതി, സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കേണ്ടതാണ്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി അധികൃതർ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കാൻ എല്ലാ പൗരന്മാരും പ്രവാസികളും ബാധ്യസ്ഥരാണ്. അറബിക്കടലിലെ ഈ കറുത്ത ദുരന്തം കേവലം ഒരു പ്രാദേശിക പാരിസ്ഥിതിക പ്രശ്നം മാത്രമല്ല, മറിച്ച് അന്താരാഷ്ട്ര സമുദ്ര ഗതാഗത രംഗത്തെ സുരക്ഷാ വീഴ്ചകളുടെ ആഗോള മുന്നറിയിപ്പ് കൂടിയാണ്. അനിയന്ത്രിതമായി സർവീസ് നടത്തുന്ന സാങ്ഷൻ ചെയ്ത ടാങ്കറുകളും അവ സൃഷ്ടിക്കുന്ന അപകടങ്ങളും വരും നാളുകളിൽ ലോകം കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. വേഗത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെയും കടുത്ത ജാഗ്രതയിലൂടെയും ഒമാൻ സർക്കാർ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ കടലിന്റെ ജീവനും തീരത്തിന്റെ സുരക്ഷയ്ക്കുമായി കൈകോർക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.